ലോകകപ്പിന്റെ ചരിത്രത്തിൽ 5 തവണ കിരീടം നേടിയ കാനറികൾക്ക് പിന്നിൽ ഏറ്റവും കൂടുതൽ കിരീടധാരണം അവകാശപ്പെടാൻ ഇറ്റലിക്കാരെ പോലെ ഭാഗ്യം ചെയ്തവരാണ് ജർമ്മനികൾ. 1954, 74, 90, 2014 എന്നീ വർഷങ്ങളിൽ 4 തവണ അവർ ലോക കിരീടം ചൂടിയിട്ടുണ്ട്. 8 തവണ ലോകകപ്പിന്റെ ഫൈനലിൽ കളിച്ച ജർമ്മനി കരുത്ത് കാൽപന്ത് ലോകത്തിന്റെ മുക്കും മൂലയിലും പേര് കേട്ടതാണ്. ഡയമണ്ട് ഷെഫ്റ്റ് എന്നറിയപ്പെടുന്ന ജർമ്മൻ പട ടൂർണമെന്റുകളിൽ അവസാനം വരെ പൊരുതി നിൽക്കുന്ന സ്വഭാവം കൊണ്ട് ജർമ്മൻ മെഷീൻ എന്ന വിളിപ്പേരും അനർത്ഥമാക്കി. ഫ്രാൻസ് ബെക്കംബോവർ, ജെറാർഡ് മുള്ളർ, ലോതർ മാത്യൂസ്, മിറോസ്ലാവ് ക്ലോസെ തുടങ്ങിയ എണ്ണമറ്റ ഇതിഹാസങ്ങളെ ഫുട്ബോൾ ലോകത്തിന് സംഭാവന ചെയ്ത രാജ്യമാണ് ജർമ്മനി. ബ്രസീലിൽ നടന്ന 2014 ലോകകപ്പിൽ അർജന്റീനയെ എക്സ്ട്രാ ടൈമിൽ പരാജയപ്പെടുത്തി കിരീടം ചൂടിയതായിരുന്നു ജർമ്മനിയുടെ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ അതിനുശേഷം നടന്ന റഷ്യയിലെയും ഖത്തറിലെയും ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകേണ്ടി വന്നത് ജർമ്മൻ ഫുട്ബോളിന് വലിയ തിരിച്ചടിയായി. ഈ കറുത്ത അധ്യായങ്ങൾക്ക് വിരാമമിടാനും തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരികെ പിടിക്കാനുള്ള കഠിനമായ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ടീം വടക്കേ അമേരിക്കയിലേക്ക് കാൽപന്താരവത്തിനായി സജ്ജമാകുന്നത്. 2026 ജർമ്മൻ സ്ക്വാഡ് പ്രഖ്യാപനത്തിലെ ഏറ്റവും ആവേശമായ വാർത്ത എന്തെന്ന് വെച്ചാൽ മുൻ ക്യാപ്റ്റനും ജർമ്മൻ പടയിലെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ മാനുവൽ നൂയറുടെ തിരിച്ചുവരവ് തന്നെയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്ന ന്യൂയർ പരിശീലകൻ ജൂലിയൻ നെഗൽസ്മാന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് വീണ്ടും ഗ്ലൗസ് അണിയാൻ തയ്യാറായിരിക്കുന്നത്. തൻ്റെ 5ാം ലോകകപ്പിനൊരുങ്ങുന്ന ഈ 40-കാരൻ ജർമ്മനിയുടെ ഗോൾ വലക്ക് മുമ്പിൽ 1ാം നമ്പർ ചോയ്സായി തുടരുമെന്ന് പരിശീലകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒലിവർ ബൗമാൻ, അലക്സാണ്ടർ ന്യൂബൽ എന്നിവരാണ് ടീമിലെ മറ്റ് 2 ഗോൾ കീപ്പർമാർ. അതേസമയം ലോൺ അടിസ്ഥാനത്തിൽ ജിറോണയിലേക്ക് ചേക്കേറിയ ബാർസയുടെ മുൻ ഗോൾ കീപ്പർ മാർക്ക്-ആന്ദ്രെ ടെർ സ്റ്റെഗന് ഇത്തവണ ടീമിൽ ഇടം നേടാൻ സാധിച്ചില്ല. ജർമ്മനിയുടെ പ്രശസ്തമായ പ്രതിരോധ നിര ഏത് കൊലക്കൊമ്പന്മാർക്ക് മുന്നിലും ചെക്ക് വെക്കാൻ പോകുന്നതാണ്. പിന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ നിക്കോ സ്ലോട്ടർബക്ക്, വാൾഡമർ ആൻഡൺ എന്നിവരും പ്രതിരോധത്തിന് കരുത്തു പകരാൻ സ്ക്വാഡിലുണ്ട്. ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തേക്ക് RB ലെപ്സിക്കിന്റെ ഡേവിഡ് റാമും റൈറ്റ് ബാക്കിലേക്ക് ഫ്രാങ്ക്ഫർട്ടിന്റെ യുവതാരം നെതന്യാനിൻ ബ്രൗണും ഇടം പിടിച്ചിട്ടുണ്ട്. ന്യൂകാസിൽ താരം മാലിക് തിയാവും പ്രതിരോധ നിരയിലെ മറ്റൊരു പ്രധാന സാന്നിധ്യമാണ്. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ആവേശമുണർത്തുന്ന 2 യുവ മിഡ്ഫീൽഡർമാരായ ഫ്ലോറിയൻ വിഡ്സും ജമാൽ മുസിയാലയുമാണ് ഈ ടീമിന്റെ പ്രധാന ആകർഷണം. ലിവർപൂളിലേക്ക് ചേക്കേറിയതിനു ശേഷം ഉജ്ജ്വല ഫോമിലുള്ള 23-കാരനായ ഫ്ലോറിയൻ വിഡ്സ് തന്റെ ആദ്യ ലോകകപ്പ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പരിക്കിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ബയേണിന്റെ മുസിയാലയും പൂർണ്ണ ഫിറ്റ്നസ്സിലല്ലെങ്കിൽ പോലും അയാൾ ടീമിലുണ്ടാകുമെന്ന് നെഗൽസ്മാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ബയേൺ മ്യൂണിക്കിന്റെ ലിയോൺ ഗൊറസ്കയും അലക്സാണ്ടർ പ്ലവോവിച്ചും അതുപോലെ തന്നെ ബ്രൈറ്റൺ താരം പാസ്കൽ ഗ്രോസും ഫെലിസ് എൻമെച്ചയും മൈൻസിന്റെ നാദിയം അമീരിയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആർസണലിന്റെ ഹേവർട്സ് ആയിരിക്കും ജർമ്മൻ നിരയുടെ മുന്നേറ്റ നിരയിലെ പ്രധാനിയാവുക. നാഗൽസ്മാന്റെ ഫോർമേഷനിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹേവർട്സ് നിലവിൽ മികച്ച ഫോമിലാണ്. സ്റ്റുട്ട്ഗാർട്ടിന്റെ ഡെനിസ് ഉജ്ജ്വല പ്രകടന മികവോടെയാണ് ടീമിലെത്തുന്നത്. ഇവരെ കൂടാതെ ഗലാറ്റസറയുടെ ലെറോയ് സാനെ, ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ബെയർ എന്നിവരും വിങ്ങുകളിൽ വേഗതയേറിയ നീക്കങ്ങളുമായി അണിനിരക്കും. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ യുവ സ്ട്രൈക്കർ നിക് വോൾട്ടർമെഡ് ടീമിലെത്തിയത് കളിയിൽ കൂടുതൽ ഫിസിക്കൽ സാന്നിധ്യം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇത്തവണ സ്ക്വാഡിലെ ഏറ്റവും വലിയ സർപ്രൈസ് ബയേൺ മ്യൂണിക്കിന്റെ 18 വയസ്സുകാരൻ മിഡ്ഫീൽഡ് ലെന്നാർഡ് കാർലിന്റെ സാന്നിധ്യമാണ്. തന്റെ പ്രതിഭ കൊണ്ട് വളരെ പെട്ടെന്നാണ് ലോകകപ്പ് ടീമിലേക്ക് അയാൾക്ക് വഴി തുറന്നത്. സ്റ്റുട്ട്ഗാർട്ടിന്റെ ആഞ്ചലോ സ്റ്റില്ലർ, ജാമി ലെവലിംഗ് എന്നിവരും മികച്ച പ്രകടനങ്ങളുടെ കരുത്തിൽ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. 2026 ലോകകപ്പിൽ ജർമ്മനി ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് എയിലാണ്. കുറസാവോക്കെതിരെയാണ് ജർമ്മനിയുടെ അവസാന മത്സരം. തുടർന്ന് എവരി കോസ്റ്റിനെയും ഇക്വഡോറിനെയും അവർ നേരിടും. കടലാസിൽ ജർമ്മനിക്ക് അനുകൂലമായ ഗ്രൂപ്പാണെന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞ 2 ഗ്രൂപ്പുകളിലെ അനുഭവങ്ങൾ കണക്കിലെടുത്ത് ഓരോ മത്സരത്തിലെയും അവർ നിസ്സാരമായി കാണാൻ സാധ്യതയില്ല. മികച്ച ഫോമിലുള്ള ടീമുകളായതിനാൽ തന്നെ
എവരി കോസ്റ്റിയും ഇക്വഡോറും ജർമ്മനിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയേക്കാം. കാനറിപ്പട മാത്രം അവകാശപ്പെടുന്ന 5 മൊഞ്ചുള്ള മഹിമയും തേടി വിശ്വ പോരാട്ടത്തിനായി അവർ ഒരിക്കൽ കൂടെ അണിഞ്ഞൊരുങ്ങുകയാണ്. കാത്തിരിക്കാം വടക്കേ അമേരിക്കയിലെ ആ കാൽപന്താരവങ്ങൾക്കായി.